തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു. കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചന്ദ്രിക ടീച്ചർ പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ആയിരത്തി 1973 പരിസ്ഥിതി ദിനം ലോകരാഷ്ട്രങ്ങൾ ആചരിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ നമ്മുടെ ഭാരതത്തിനും പരിസ്ഥിതി ദിന ആഘോഷത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കൊച്ചു ഗ്രാമങ്ങൾ മുതൽ സംസ്ഥാനങ്ങൾ, ദേശീയ തലത്തിൽ എല്ലാം പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു. പരിസ്ഥിതി ദിനം ഇങ്ങനെ ആഘോഷിക്കുന്നതിൻ്റെ പരമപ്രധാനമായ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പ്രകൃതിയിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും നഗരങ്ങളിലായാലും അവിടെ എല്ലാം ഒരു സുസ്ഥിരമായ ഒരു ജീവിതശൈലി ആവിർഭവിക്കണമെങ്കിൽ അവിടെ എല്ലാം ഒരു ആരോഗ്യകരമായ സന്തുലിതാവസ്ഥ വേണം. ഈ ആകാശത്തിന് താഴെ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കണം. അതിന് ഇവിടെ പറഞ്ഞതുപോലെ ഓക്സിജൻ വേണം, മറ്റ് ജീവജാലങ്ങൾക്ക് നൈട്രജൻ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം. നമ്മുടെ തുലനാവസ്ഥ ഉള്ള ഒരു പ്രകൃതി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കുവാൻ പറ്റുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ച് തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിന് നിലനിൽക്കുവാൻ പറ്റിയ രീതിയിലുള്ള ഭൂമി ഇല്ല. ജനങ്ങളാണ് കൂടുതൽ, അല്ലേ? പണ്ട് കാലത്ത് 5 ഏക്കറിലോ 3 ഏക്കറിലോ 2 ഏക്കറിലോ ഒരു കൊച്ചു വീടാണുള്ളത്. അപ്പം അവിടെ ഉണ്ടാകുന്ന ജീർണവസ്തുക്കളും അതുപോലെ അസംസ്കൃത വസ്തുക്കളും എല്ലാം തന്നെ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ പക്ഷിമൃഗാദികളുടെയോ ഇഴജന്തുക്കളുടെയോ ജീവിതശൈലിയെ ബാധിക്കുന്നില്ല. ബാധിക്കുമോ? നമ്മൾ കുറച്ച് കരിയില വീട്ടിൽ നിന്ന് തൂത്തുവാരി, അല്ലെങ്കിൽ കുറച്ച് വേസ്റ്റ്, മീൻ കണ്ടിക്കുന്ന കുറച്ച്, അല്ലെങ്കിൽ ഇറച്ചി വെട്ടുന്നവ, അതൊക്കെ കൊണ്ട് ഒരു ഭാഗത്തിട്ടാൽ അതിൽ നിന്നുള്ള വേസ്റ്റ് ഒരിക്കലും മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്നില്ല. ഇന്നങ്ങനെയാണോ? ഇന്ന് ഒരു കെട്ടിടത്തിന് മുകളിൽ ഒരു കെട്ടിടം, ഫ്ലാറ്റുകൾ ഇങ്ങനെ കെട്ടിപ്പൊക്കുകയാണ്. അവിടെ എന്തോരം മാത്രം വേസ്റ്റാണ് ഉണ്ടാകുന്നത്, അല്ലേ? ഒത്തിരി വേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ കണക്ക് പണ്ട് നമ്മൾ വയലുകളിലെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് എത്രയെങ്കിലും മാറിയായിരിക്കും പാടശേഖരങ്ങളുള്ളത്. ആ പാടശേഖരങ്ങളിൽ നമ്മുടെ വീട്ടിന് ചുറ്റുപാടും നമ്മളെ പുരയിടങ്ങളിലുള്ള കരിയില വാരിയിട്ട് കത്തിച്ചാൽ എന്താണ്, അവിടെ നിന്ന് തന്നെ വീണ്ടും സസ്യജാലങ്ങൾ ആവശ്യം പോലെ കൃഷി ചെയ്ത് ഒരു വട്ടം നെല്ലാണെങ്കിൽ അടുത്ത വട്ടം പയർ, അടുത്ത വട്ടം ഇഞ്ചി, അടുത്ത വട്ടം മഞ്ഞൾ, ഇങ്ങനെ ഓരോരോ മുതിര, ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇങ്ങനെ മാറി മാറി കൃഷി ചെയ്യും. കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന വാതകങ്ങളോ മറ്റോ ഒന്നും കൊണ്ട് ഭൂമിക്ക് യാതൊന്നും തന്നെ ദോഷം വരാറില്ല. ഇന്നങ്ങനെയാണോ? ഇന്നങ്ങനെയല്ല. അതൊന്ന് ഒരേ ഒരിനം സസ്യമാണ് നമ്മൾ പല ഭാഗത്തും കൃഷി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവരും എന്താണ് റബ്ബർ, അല്ലേ? നമ്മുടെ പണ്ട് മലേഷ്യയിലും മറ്റുമൊക്കെ മാത്രം കൃഷി ചെയ്തിരുന്ന ഒരു വസ്തുവാണ് റബ്ബർ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ അടുക്കളയുടെ ചെവിരിൽ പോലും റബ്ബറാണ്, അല്ലേ? ആ റബ്ബറാണെങ്കിൽ ഒരു ദിവസം ഒരു റബ്ബർ എന്തുമാത്രം വെള്ളമാണ് ശേഖരിച്ചെടുക്കുന്നത്. മനുഷ്യർക്ക് എന്താ ജലക്ഷാമം ഇവിടെ ഉണ്ടായത്? ജനങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളമില്ല. അതെല്ലാം ഈ റബ്ബർ എന്ന് പറയുന്നത് അങ്ങ് ആഗിരണം ചെയ്ത് അത് ഉപയോഗിക്കുകയാണ്, അല്ലേ? അങ്ങനെ അതുകൊണ്ട് അതിൽ നിന്ന് അതേസമയം നമ്മൾ ഇവിടെ പണ്ട് നമുക്ക് ധാരാളം തെങ്ങുണ്ടായിരുന്നു, നാളികേരങ്ങൾ ഉണ്ടായിരുന്നു. ഒരു തെങ്ങിൻ്റെ ഭാഗം ഏതെങ്കിലും കളയാനുണ്ടായിരുന്നു അക്കാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക്?
അതിൻ്റെ ഓല നമ്മൾ വീട് മേയാൻ ഉപയോഗിക്കും. മടലും ചുട്ടും കൊതുമ്പും നമ്മൾ തീയരിക്കാൻ ഉപയോഗിക്കും. പിന്നീട് അതിൻ്റെ കരിക്ക് നമ്മൾ കുടിക്കും. തേങ്ങ നമ്മൾ അരയ്ക്കും. തടി നമ്മൾ വീട് വയ്ക്കുന്നതിനൊക്കെ കഴുക്കോലും മറ്റുമായിട്ട് ഉപയോഗിക്കും. ഒരു വസ്തു പോലും അതിൻ്റെ ഒരു ഭാഗം പോലും വേസ്റ്റില്ല. വേണ്ടാത്തതുണ്ടോ? ഇല്ല. ഇന്ന് ഈ റബ്ബറിൻ്റെ എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? തടിയും പാലും ഉപയോഗിക്കാം. പക്ഷേ അത് ഏത് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുമോ? റബ്ബറിൻ്റെ ഒരു കമ്പ് വെട്ടി ആർക്കെങ്കിലും ഭക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാൻ പറ്റുമോ ജോത്സ്യനെ? ഒരിക്കലും പറ്റത്തില്ല. അതേസമയം വെള്ളം കുടിച്ചോളാൻ വയ്യ, ആകെ വയറ് വിശക്കുന്നതാണെങ്കിൽ തെങ്ങിൽ കയറി ഒരു കരിക്കിട്ടാൽ ആ നേരം എന്ത് ചെയ്യും? നമ്മൾ സുഭിക്ഷമായി നമ്മളെ വിശപ്പടങ്ങും. അടകത്തില്ലയോ? റബ്ബറിൻ്റെ പാലെടുത്ത് ഒരു ഗ്ലാസ് അങ്ങ് കുടിച്ചു കളയാന്ന് വെച്ചാൽ നടക്കുമോ? ആർക്കെങ്കിലും പറ്റുമോ? അപ്പം അത് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കണം. ഞാൻ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലൊന്നും പോണില്ല. സാറ് പറഞ്ഞത് ശരിയാണ്. ഓസോൺ പാളിക്ക് കണ്ണുകൾ വീണ്, വിടവുകൾ വീണ്. അതുകൊണ്ട് ഈ അന്തരീക്ഷത്തിൻ്റെ മലിനമായിരിക്കുന്ന കാര്യങ്ങളെ ഒന്നും തന്നെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി നമ്മുടെ ഓസോൺ പാളിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് ഞാനൊന്ന് കൂടുതലായിട്ടൊന്നും പറയണ്ട. നമ്മൾ പണ്ട് മഴ പെയ്യും, എൻ്റെയൊക്കെ കുഞ്ഞിലെ മഴ പെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് കിടക്കുന്ന മുളക്, പിന്നെ മല്ലി, മറ്റുള്ള നെല്ല്, മറ്റുള്ളതൊക്കെ വാരി പുറത്ത് ഉണങ്ങാനിട്ടേക്കാണെങ്കിൽ അതൊക്കെ വാരി മാറ്റാൻ സമയം കിട്ടും. മഴ കോള് വരും, അത് കഴിഞ്ഞിട്ട് മഴ ചാറി തുടങ്ങും, അത് കഴിഞ്ഞ് ഒത്തിരി സമയം കിട്ടും. പക്ഷേ ഇന്നോ മഴ പെയ്തു തുടങ്ങിയാൽ പറ എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മഴ ഒറ്റ ഇതിലേക്ക് വീഴത്തില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഓസോൺ പാളിക്ക്, ഇവിടെ പറഞ്ഞതുപോലെ ഓസോൺ പാളിക്ക് ഇതിനെ ഒന്നും തടഞ്ഞു നിർത്താനുള്ള ശക്തിയില്ല. അവിടെയെല്ലാം വിള്ളൽ വീണത് എന്തുകൊണ്ടാണ്? അന്തരീക്ഷം മലിമസമായതുകൊണ്ടാണ്. അന്തരീക്ഷം മലിമസമാകുന്നത് എന്തുകൊണ്ടാണ്? അന്തരീക്ഷം മലിമസമാകുന്നതുകൊണ്ട് ഈ പ്രകൃതിക്ക് വൈവിധ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. വൈവിധ്യങ്ങൾ വേണം. ഇവിടെ എന്ത് വേണം? വൈവിധ്യങ്ങൾ വേണം. പലതരത്തിലുള്ള ചെടികളും വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും എല്ലാം കൃഷി ചെയ്യണം. പലതരത്തിലുള്ള ജീവജാലങ്ങളെല്ലാം വേണം. പണ്ട് ഒരു സർക്കിളുണ്ട്, ഒരു സർക്കിള്. അവിടെ ഈ ഉള്ള ജീവജാലങ്ങളെ എല്ലാം നിലനിർത്തിക്കൊണ്ട് പോയാൽ നമ്മളെ ഇവിടെ സന്തുലിതാവസ്ഥ സംജാതമാകുകയില്ല. അതുകൊണ്ട് അന്ന് ഈ കൊച്ചു പ്രാണികളെ തിന്നുന്ന ഓരോരോ ജീവികളെ തിന്നാൻ ഓരോന്നിന് നമ്മളാരും ചെയ്തതല്ല, ഒരു ശക്തിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്, അല്ലേ? ഇന്നാണെങ്കിൽ ഓരോരുത്തരെ ഇഷ്ടപ്രകാരം ഈ മൃഗങ്ങളെ ഇന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ, പത്രങ്ങളിലും മറ്റും വായിക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നു. പട്ടികൾ കടിച്ച് മനുഷ്യരെ ഓടിച്ചിട്ട് കടിച്ചു കൊല്ലുകയാണ്, അല്ലേ? മൃഗങ്ങളെല്ലാം വനപ്രദേശങ്ങളില്ലാതെ ആൾക്കാർ ജനജീവിതത്തിന് വേണ്ടി ഓരോരോ ഭാഗങ്ങൾ വെട്ടി നശിപ്പിക്കുകയും ഇടിച്ചു തകർക്കുകയും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അസഹ്യമായി ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ആ ജീവജാലം വന്യമൃഗങ്ങൾക്ക് ജീവിക്കുവാൻ സ്ഥലമില്ല. ആവാസ വ്യവസ്ഥയ്ക്ക് മൊത്തം തകരാറ്. ആവാസ വ്യവസ്ഥ മൊത്തം എന്ത് ചെയ്തു? തകരാറായി കിടക്കുന്നു. അതുകൊണ്ട് അവർക്ക് വെള്ളം വേണ്ടേ? ജീവിക്കണമെങ്കിൽ ആഹാരമില്ല. വിശന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം വിശന്നിരിക്കാം. കൂടുതൽ ദിവസം വിശന്നിരിക്കാൻ പറ്റുമോ? വെള്ളം കുടിക്കാതെ ഒരൊറ്റ ദിവസം പോലും ജീവിക്കാൻ പറ്റത്തില്ല. ഓക്സിജൻ കിട്ടാതെ 1 മണിക്കൂർ പോലും ജീവിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? അപ്പോൾ ഇതിനെല്ലാം പ്രകൃതിക്ക് ഒരു സന്തുലിതാവസ്ഥ വേണം. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരും ഭൂമി വീക്ഷിക്കുന്ന സാങ്കേതികത്വം ഒക്കെ നോക്കിക്കാണുന്ന ശാസ്ത്രജ്ഞന്മാരും മറ്റും ഭൂമിയെക്കുറിച്ച് നശിപ്പിക്കരുത്, ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നത്. എന്തുകൊണ്ടാണ്? ഇനി നമ്മളെ കാലഘട്ടം ഇങ്ങനെയെങ്കിലും പോയി അടുത്ത സമയം ഇപ്പം ആറ്റിലോ മറ്റ് വലിയ കുളങ്ങളിലോ മറ്റോ കിടക്കുന്ന ജലങ്ങൾ ശുദ്ധീകരിച്ച് ഒക്കെ പൈപ്പ് ലൈൻ മുഖേന വെള്ളം വീട്ടുകളിലെത്തുന്നു. ഇവിടെയെല്ലാം വറ്റിപ്പോയാലോ? ഇതെല്ലാം അങ്ങ് കടലായി മാറിയാലോ? എന്ത് സംഭവിക്കും? കുടിക്കാൻ ജലമില്ലാതെയാകും. പണ്ട് നമ്മളെ കാലത്ത് കുഞ്ഞുകാലത്ത് കുപ്പിവെള്ളം പൈസ കൊടുത്ത് മേടിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും. പിന്നെ ഈ വെള്ളം വാങ്ങിക്കാൻ പോകണം, എന്താ പറയുന്നത്? ഇപ്പം 20 രൂപ കൊടുത്ത വെള്ളം വാങ്ങിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കാറിൽ പോകുമ്പോൾ 1, 2, 3 പ്രാവശ്യം വെള്ളം വാങ്ങി വിൽക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. കുപ്പിവെള്ളം അതുപോലെ നാളെ ഒരു സമയത്ത് നമ്മൾ കുപ്പിയും കൊണ്ട് നടക്കും. എന്തിനു വേണ്ടി? ഓക്സിജൻ വാങ്ങിച്ചു വെക്കണം. നമ്മളെ വീട്ടിൻ്റെ ആവശ്യത്തിന് എന്ത് വേണം? ഓക്സിജൻ. ഇന്ന് രോഗികൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ വാങ്ങിക്കുന്നത്. ഇനി എല്ലാവർക്കും ഈ മറ്റുള്ള ബാഗുകളിൽ സൂക്ഷിക്കുന്നത് പോലെ ഓക്സിജൻ വാങ്ങിച്ചു വയ്ക്കാൻ ഒരു ബോട്ടിലൂടെ ശരിയാക്കേണ്ടി വരും.
വരത്തില്ലയോ? അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സമൂഹത്തോടും പറഞ്ഞ് മനസ്സിലാക്കി വളരെ ഒരു ശകലം പോലും ഭൂമിയെ നോവിക്കാതെ നമ്മളെ പരിസരത്തെ നോവിക്കാതെ നമ്മളെ വീടുകളിൽ ശ്രദ്ധയായിട്ട് ഈ പണ്ട് നമ്മളെല്ലാം പോകുമ്പോഴെങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ കുട്ടകൾ കൊണ്ടുപോകും അല്ലേ? അതിൽ നിന്ന് വീഴുന്ന അസംസ്കൃത വസ്തുക്കൾ വീണാൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല. അത് ഭൂമിയിൽ കിടന്ന് അത് ഭൂമിയുടെ മണ്ണുമായിട്ട് പൊരുത്തപ്പെട്ട് അതങ്ങ് ഇല്ലാതായിക്കൊള്ളും. പ്ലാസ്റ്റിക് നശിക്കുമോ? ഒരിക്കലെങ്കിലും നശിക്കുമോ? ഇവിടെ സാർ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് കൊണ്ട് വളരെ ഏറെ ദോഷമാണ് ഭൂമിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം അധ്യക്ഷത വഹിച്ചു. ഇന്നേതാണ്ട് ലക്ഷക്കണക്കിന് തൈകളാണെന്ന് ലോകമെമ്പാടും നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ മുൻപോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ നട്ടുപിടിപ്പിക്കുന്ന മരങ്ങൾ എത്ര എണ്ണത്തിനെ സംരക്ഷിച്ചു നിർത്തുന്നുവെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതാണ് നമ്മൾ ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിൽ ചർച്ചയായി എടുക്കേണ്ട ഒരു വിഷയവും. നടുന്ന തൈകളെ സംരക്ഷിക്കുവാൻ കഴിയാത്ത ഒരു സമൂഹമാണ് ഇന്ന് നമ്മളുടെ ഇടയിലുള്ളത്. ഇന്ന് നമ്മളെല്ലാവരും തൈകൾ നട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്നതും അടുത്ത വർഷം വരുന്ന പരിസ്ഥിതി ദിനത്തിലാണ്. നട്ട തൈകൾ അവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ തൈകൾ അവിടെ ഇല്ല എന്ന്. അതിനുവേണ്ടി നമ്മൾ മുൻകൈ എടുക്കേണ്ട ഒരു കാര്യം, നമ്മൾ നടുന്ന തൈകൾ അവിടെ തന്നെ സംരക്ഷിച്ച് നിർത്തുവാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കേണ്ടത്. ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ലക്ഷക്കണക്കിന് തൈകളാണ് ഇന്നത്തെ ദിവസത്തേക്ക് അവർ നട്ട് വളർത്തുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ മാധ്യമം പരിശോധിച്ചാൽ ഒരു നഴ്സറിയിൽ നിന്ന് തന്നെ 50,000 തൈകൾ നട്ട് വളർത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നടുന്നതിന് വേണ്ടിയാണ്. എത്ര ലക്ഷം രൂപയാണ് അതിനു വേണ്ടി നമ്മൾ ഓരോ വർഷവും വിനിയോഗിക്കുന്നത്. ഏതാണ്ട് മുൻകാലങ്ങളിൽ 100-150 വർഷങ്ങളുള്ള മരങ്ങൾ മുറിച്ച് കഴിഞ്ഞുവെങ്കിൽ ഇനിയുള്ള നടുന്ന മരങ്ങളെ സംരക്ഷിച്ച് നിർത്തുവാൻ നമുക്ക് ഇനി കഴിയണം. കാരണം കൂടുതൽ മരങ്ങൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് കാലഘട്ടത്തിൻ്റെ യുഗം മാറിയിരിക്കുകയാണ്. മരത്തിൻ്റെ ഉപയോഗം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നടുന്ന മരങ്ങളെ സംരക്ഷിച്ച് നിർത്തുവാൻ ഏതാണ്ട് കഴിയേണ്ട ഒരു കാലഘട്ടത്തിലാണ്. ആ നടുന്ന മരങ്ങളെ സംരക്ഷിച്ച് നിർത്തുവാനും അതിനുപരി വടക്കോട്ടും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളാൽ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നൊരു വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും എടുത്താൽ പരിശോധിച്ചാൽ അതാണ് നമുക്ക് ഓരോ ദിവസവും വാർത്തയായി കേൾക്കുവാനും കാണുവാനും കഴിയുന്നത്. എന്നാൽ ഇന്ന് നട്ടു വളർത്തുന്ന ഫലവൃക്ഷ തൈകൾ കാടിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് നട്ടു വളർത്തുവാൻ കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള ആഹാരങ്ങൾ അവിടെ കിട്ടും. ഇന്ന് കാടുകളെല്ലാം കയ്യേറി വൻകിട ലോബികൾ കെട്ടിടങ്ങൾ പണിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്യമൃഗങ്ങളുടെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നത്. പുഴയെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പുഴയ്ക്ക് ഒഴുവാനുള്ള പുഴ നേരത്തെ ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ കൈകേറി പുഴയ്ക്ക് തടസ്സമായി നിൽക്കുകയാണ് മനുഷ്യൻ. ആ തടസ്സങ്ങൾ മാറ്റിയാൽ പരിസ്ഥിതിയെ നമുക്ക് ഏറെക്കുറെ സംരക്ഷിക്കുവാൻ, അല്ലെങ്കിൽ വെള്ളത്തെ നമുക്ക് സംരക്ഷിക്കുവാൻ നിർത്തുവാൻ കഴിയും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മനുഷ്യൻ തന്നെ കെട്ടിയടച്ച് മതിലായി തീർത്തിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ലോക പരിസ്ഥിതി ദിനം ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. സമുദ്രയും ലൈബ്രറി നേതൃത്വത്തിൽ നടത്തുന്ന ഈ ക്യാമ്പയിൻ ഞങ്ങൾ ഇന്നൊരു പ്രതിജ്ഞയെടുക്കുകയാണ്. ഞങ്ങൾ വളർത്തുന്ന ഈ തൈകൾ അതിന് വെള്ളവും വളവും നൽകി അടുത്ത വർഷവും ഇത് വലിയൊരു മരമായി മാറ്റുവാൻ ഞങ്ങൾ ശ്രമിക്കും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ സ്വാഗതം പറഞ്ഞു. ഇന്ന് ജൂൺ 5 ലോകത്തിലെ 155ഓളം രാജ്യങ്ങളിൽ ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. അപ്പോൾ സ്വാഗത പ്രസംഗം എന്ന് പറയുന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നത് ഉചിതമാണെന്ന് കരുതിക്കൊണ്ട് ആ പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് ഒരു ചെറിയ സൂചന നൽകാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്ന് നമ്മുടെ ബഹിരാകാശം ഉൾപ്പെടെയുള്ള മേഖലകൾ വിഷമയമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ശാസ്ത്രലോകം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഉത്തരാർദ്ധഗോളത്തിൽ ഉത്തര ധ്രുവ പ്രദേശം, ആ പ്രദേശത്ത് ഈ അടുത്ത കാലത്ത് നടത്തിയ ശാസ്ത്ര പര്യവേഷണങ്ങൾ തെളിയിച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ കണികകൾ അവിടുത്തെ അന്തരീക്ഷത്തിലും അവിടുത്തെ മഞ്ഞുപാളികളിലും ഉൾപ്പെട്ടിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ഉത്തരധ്രുവം എന്ന് പറയുമ്പോൾ മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളാണ്. അതിനോട് ഏറ്റവും അടുത്ത രാജ്യങ്ങളാണ്, ഉത്തരധ്രുവത്തിനോട് ഏറ്റവും അടുത്ത രാജ്യങ്ങളാണ് സ്വീഡനും നോർവേയുമൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ വിപത്ത് തിരിച്ചറിഞ്ഞത് ആ ഉത്തര ധ്രുവ പ്രദേശത്തുള്ള രാജ്യങ്ങളാണ്. അങ്ങനെ ഒരു രാജ്യം 1972 സ്വീഡൻ്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പരിസ്ഥിതി കോൺഫറൻസ് നടത്തുകയുണ്ടായി. ആ പരിസ്ഥിതി കോൺഫറൻസിൽ വെച്ചൊരു തീരുമാനമാണ് എല്ലാ വർഷവും ജൂൺ 5 എന്ന ദിനത്തിന് പരിസ്ഥിതി സംരക്ഷണ ദിനമായിട്ട് ആചരിക്കാം എന്ന്. അന്ന് 143 രാജ്യങ്ങളാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഈ തീരുമാനമെടുത്തത്. ഇപ്പോൾ 155ഓളം രാജ്യങ്ങൾ ഈ ദിവസത്തെ പരിസ്ഥിതി സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത വർഷം 1973 മുതലാണ് ജൂൺ 5 എൻവയോൺമെൻ്റൽ ഡേ എന്ന പേരിൽ ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഓരോ എൻവയോൺമെൻ്റൽ ഡേ ആചരിക്കുന്നതിനും ഒരു ആതിഥേയ രാഷ്ട്രത്തെ തിരഞ്ഞെടുക്കും. ഇത്തവണ നമ്മുടെ സൗത്ത് കൊറിയ ആണ് ആതിഥേയ രാഷ്ട്രമാത്തിൻ്റെ റോൾ വഹിക്കുന്നത്. ഈ ഓരോ ആതിഥേയ രാഷ്ട്രവും ഒരു സ്ലോഗൻ ഉണ്ടാക്കും, നമുക്ക് എന്ത് വേണമെന്ന്. എന്തായാലും 1973 തീരുമാനിച്ച ലോക പരിസ്ഥിതി ദിനം ആചരണത്തിൻ്റെ ഭാഗമായിട്ട് 1977 തന്നെ നമ്മുടെ മഹത്തായ ഭാരതം ആതിഥേയ രാഷ്ട്രമാവുകയും ഓസോൺ പാളിയുടെ വിഘടനത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ആശങ്ക പങ്കുവച്ച് അതാണ് നമ്മൾ സ്ലോഗനായിട്ടെടുത്തത്. ഓസോൺ പാളികൾക്ക് വിള്ളലേൽക്കാതെയുള്ള സംരക്ഷണം അഥവാ ഓസോൺ പാളി സംരക്ഷണമായിരുന്നു 1977 ഭാരതം നമ്മുടെ സ്ലോഗനായിട്ട് എടുത്തത്. ഒടുവിൽ 2009 തോന്നുന്നു വീണ്ടും നമ്മൾ ആതിഥേയത്വം ഏറ്റെടുത്തു. 2018 അവസാനമായിട്ട് 3 പ്രാവശ്യമാണ് നമ്മൾ ആതിഥേയ രാഷ്ട്രമായി വന്നത്. നമ്മളിപ്പോൾ അവസാനമായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാർജ്ജനം ആയിരുന്നു. അത് ഒന്നുകൂടി ബലപ്പെടുത്തിക്കൊണ്ടാണ് സൗത്ത് കൊറിയ ഈ വർഷം അവരുടെ സ്ലോഗൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിർത്തലാക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കിടക്കുന്ന കസേരകളൊന്നുമല്ല ഉദ്ദേശിക്കുന്ന. ഭാരതത്തിൽ ശരാശരി ഒരു വർഷം 2 ലക്ഷം ടൺ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ ഏകദേശം 1 ലക്ഷത്തോളം ടൺ വേസ്റ്റാണ്, അതായത് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് പുറന്തള്ളുന്ന വേസ്റ്റാണ്. സ്വാഭാവികമായിട്ടും എന്നെ പോലെയുള്ള ചില ആളുകൾ ചോദിക്കും,
ഇത് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതിനേക്കാളും ഇത്തരം ഒറ്റത്തവണ ഉൽപ്പാദിപ്പിക്കുന്ന ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം, നിർമ്മാണം ഇതങ്ങ് നിർത്തിയാൽ പോരെയെന്ന്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു രാജ്യവും അതിന് തയ്യാറാകുന്നില്ല. കാരണം അതിൻ്റെ ഉൽപ്പാദന സമയത്ത്, അതിൻ്റെ വിപണന സമയത്ത് ലഭിക്കുന്ന നികുതി നഷ്ടപ്പെടുത്താൻ ഒരു സർക്കാരും തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കാൻ ഇവർ തയ്യാറാവാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങ് നിരോധിച്ചിരുന്നെങ്കിൽ ഇത്രയും ആവശ്യം ഉണ്ടാവത്തില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ മിക്കവാറും അമ്മമാർ അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛന്മാരൊക്കെ തന്നെയാണ് വാങ്ങിക്കുന്നത്. കടയിൽ പോവും, കൈയും വീശി പോവും, സാധനങ്ങൾ വാങ്ങിക്കും. എല്ലാ സാധനങ്ങളും സൂപ്പർ മാർക്കറ്റിൽ പ്ലാസ്റ്റിക് പാക്കറ്റിൽ ആണ്. മുട്ടായി തൊട്ട് അരി പോലും ഇപ്പോൾ പ്ലാസ്റ്റിക് പാക്കറ്റിലാണ് തരുന്നത്. നമ്മളൊരു സഞ്ചി കൊണ്ടുപോയി മേടിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുമായിരുന്നു? ഈ അടുത്ത കാലം വരെ അത് വീട്ടിൻ്റെ ഒരു ഭാഗത്തിട്ട് കത്തിച്ചും കളയും. അല്ലെങ്കിൽ അടുത്ത പുരയിടക്കാരൻ്റെ കശാലയോട് ചേർത്ത് കൊണ്ടിട്ട് കത്തിക്കും. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കരിയില, ഉണക്കയില വാരിയിട്ട് വലിയ കുഴിയെടുത്തിട്ട് കത്തിക്കുമായിരുന്നു. ഇപ്പോൾ പഞ്ചായത്തുകൾ എന്തായാലും ശരി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, കരിയില പോലും കത്തിക്കരുത്, അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുകയാണ്, അതിൽ ചൂട് കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കത്തിക്കരുതെന്ന് അറിയിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ കേട്ടിട്ടുണ്ട് ഡൽഹിയിലൊക്കെ ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നത് പഞ്ചാബിലും ഹരിയാനയിലും കൊയ്തെടുക്കുന്ന നമ്മൾ കച്ചിലുണ്ടല്ലോ, അത് പഞ്ചാബിലും ഹരിയാനയിലും കത്തിക്കുന്നതിൻ്റെ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നത് അങ്ങ് ഡൽഹി നഗരത്തിലാണ്, പ്രധാന നഗരത്തിൽ. അപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് ഒഴിവാക്കേണ്ടുന്ന ഒരു ഘടകമാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം. അതിന് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഈ സൗത്ത് കൊറിയ ആസ്ഥാനമാകിയുള്ള നമ്മുടെ ഈ വർഷത്തെ ആതിഥേയ രാഷ്ട്രം തീരുമാനമെടുത്തിരിക്കുന്നത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക. അതിനെക്കുറിച്ച് അത് ഹരിതഗ്രഹ വാതകങ്ങളുടെ നശീകരണത്തിന് കാരണമാകുന്നു എന്നും ഹരിതഗ്രഹ വാതകങ്ങളുടെ നശീകരണം ഓസോൺ പാളിയിൽ വിള്ളലേൽപ്പിക്കുന്നുവെന്നും അങ്ങനെ ഓസോൺ പാളിയിൽ വിള്ളലേൽക്കുന്നതിൻ്റെ ഫലമായിട്ട് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ നേരിട്ട് പതിക്കുന്നു. ഇതിവിടെ അനേകായിരം തരത്തിലുള്ള അസുഖങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും കാരണമാകുന്നു. കവിയും എഴുത്തുകാരനുമായ KG രാജു, സമുദ്ര ലൈബ്രറി ബാലവേദി സെക്രട്ടറി ശിവപ്രിയ, അശ്വതി ചന്ദ്രൻ, ചന്ദന നായർ, സമുദ്ര ബാലവേദി അംഗങ്ങളായ ആലിയ, റിജി ജോയ്, സുബി SR, കൃഷ്ണ N തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. നമ്മൾ ഈ വൃക്ഷങ്ങൾ നട്ട് പോകുന്നു, അതിനപ്പുറത്തേക്ക് അതിനെ പരിപാലിക്കുവാൻ, അതിനെ സംരക്ഷിക്കുവാനുള്ള പരിശ്രമം നടക്കുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. എൻ്റെ ഭാഗത്തൊരു ലൈബ്രറി ഉണ്ട്, നാട്യ എന്ന് പറയുന്നത്. ഞങ്ങൾ അതിൻ്റെ 25ാം വാർഷികത്തിൽ 25 വൃക്ഷങ്ങൾ ആ ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് കല്ലുവാക്കൽ വരെ നടാൻ തീരുമാനിച്ചു, നട്ടു. പിന്നീട് അതാരും ശ്രദ്ധിച്ചില്ല. അതിലൊരു മരം പോലും ഇന്നും നിലവിലില്ല. അപ്പോൾ അതാണ് നാം ശ്രദ്ധ വയ്ക്കേണ്ടത്. പരിസ്ഥിതി ദിനത്തിൽ മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും ചേർന്ന ഒരു പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ആ വൃക്ഷങ്ങൾ നടുക മാത്രമല്ല, അതിനെ പരിപാലിക്കുകയും അതിനെ സംരക്ഷിക്കുകയും അതിനെ നിലനിർത്തുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അതിനെ മാറ്റുകയും വേണം എന്ന് പറയുകയാണ്. അക്കാണും മാമലയൊന്നും നമ്മുടേതല്ലൻ മകനെ, ഇക്കായൽ കയവും കരയും ആരുടേതുമല്ലൻ മകനെ. ഒരു പഴയ കവിതയാണത്. സുഗതകുമാരിയുടെ ഒരു കവിതയുണ്ട്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി,
ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നല്ല നാളേക്കു വേണ്ടി നമുക്കൊരു തൈ നടാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. മാലിന്യങ്ങൾ അനാവശ്യമായി പരിസരത്തും റോഡുകളിലും നിക്ഷേപിക്കാതിരിക്കുക, പരിസരങ്ങൾ അതിവൃത്തിയായി സൂക്ഷിക്കുക, മരങ്ങൾ നട്ടു വളർത്തുക, അത് അതിൻ്റേതായ രീതിയിൽ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ജൂൺ 5 എല്ലാ വർഷവും നമ്മൾ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോയി വൃക്ഷങ്ങൾ സൂക്ഷ്മതയോടും വൃത്തിയോടും പരിസരങ്ങൾ വൃത്തിയോടും റോഡുകൾ മാലിന്യങ്ങൾ വലിച്ചെറിയാതെയും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിച്ചുകൊണ്ട് താങ്ക്സ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. ചെടികൾ നട്ടു വളർത്തുക, മാലിന്യങ്ങളൊന്നും അനാവശ്യമായി വലിച്ചെറിയരുത്. ചെടി ഒരു ജീവനാണ്, അതിനെ നമ്മൾ നന്നായി വളർത്തുക. നല്ലൊരു നാളേക്ക് നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാം. തുടർന്ന് ലൈബ്രറി ഭാരവാഹികളും ബാലവേദി അംഗങ്ങളും ചേർന്ന് വൃക്ഷത്തൈ നട്ടു. സമുദ്രതീരം PRO ശശിധരൻ പിള്ള ചടങ്ങിന് നന്ദി അറിയിച്ചു.